മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കൊച്ചി എളമക്കരയിലെ വീട്ടിലായിരുന്നു അന്ത്യം. എളമക്കരയിലെ മോഹൻലാലിന്റെ വസതിയിലെത്തി മമ്മൂട്ടി ഉൾപ്പെടെയുള്ള താരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി അമൽനാഥ് കൂടി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. അമൽ, എപ്പോഴായിരുന്നു അന്ത്യം? സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ്? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് അന്ത്യം സംഭവിച്ചത്. നിലവിൽ ഇപ്പോൾ എളമക്കരയിലെ വീട്ടിൽ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചലച്ചിത്ര മേഖലയിൽ നിന്നും ഒപ്പം തന്നെ മറ്റ് പല മേഖലകളിൽ നിന്നുമായി നിരവധി പേരാണ് ഇവിടേക്ക് നിലവിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രി പി രാജീവ്, ഒപ്പം തന്നെ CPM ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ഈ വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നടൻ മമ്മൂട്ടി, ഒപ്പം തന്നെ ജോഷി, ഫാസിൽ, ഒപ്പം നാദൃഷ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അത്തരത്തിൽ സിനിമാ മേഖലയിൽ നിന്ന് നിരവധി പേരാണ് ഈ വീട്ടിലേക്ക് നിലവിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ മരണവാർത്ത അറിഞ്ഞതു മുതൽ തന്നെ വലിയൊരു ഒഴുക്ക് തന്നെ കാണാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ കുറെ നാളുകളായി, അതായത് ഏകദേശം 10 വർഷമായി ശാന്തകുമാരി അമ്മ ഇത്തരത്തിൽ ഈ ആരോഗ്യനില തൃപ്തികരമല്ലാത്ത സാഹചര്യത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. കഴിഞ്ഞൊരു 3 മാസമായി ആരോഗ്യനില വളരെ മോശമാവുകയായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി രോഗം മൂർച്ഛിക്കുകയും ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി അന്ത്യം സംഭവിക്കുകയുമായിരുന്നു. കഴിഞ്ഞ ഏകദേശം ഒരു 5 ദിവസമായി മോഹൻലാൽ ഇത്തരത്തിൽ അമ്മയുടെ ചികിത്സയുടെ ഭാഗമായി വീട്ടിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു. അമ്മയുടെ അവസാന നിമിഷങ്ങളിൽ മോഹൻലാൽ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ പൊതുദർശനം നടക്കും. എളമക്കരയിലെ വീട്ടിൽ പൊതുദർശനം നടക്കും. അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് മൃതദേഹം കൊണ്ടുപോകും. റോഡ് മാർഗമാണ് കൊണ്ടുപോകുന്നത്. അതിനുശേഷം നാളെ രാവിലെയോടുകൂടി തിരുവനന്തപുരത്തെ വീട്ടിലായിരിക്കും അന്ത്യവിശ്രമ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മോഹൻലാലിന്റെ അച്ഛൻ വിശ്വനാഥൻ നായർ, ഒപ്പം തന്നെ സഹോദരൻ 2000-ൽ മരിച്ചുപോയ സഹോദരൻ പ്യാരിലാൽ എന്നിവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടത്ത് തന്നെയാകും ശാന്തകുമാരി അമ്മയുടെ അന്ത്യവിശ്രമം ഒരുക്കുക എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. മോഹൻലാലിനെ സംബന്ധിച്ച് ഒരു തീരാ നഷ്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം മോഹൻലാലിന്റെ എല്ലാ ഘട്ടങ്ങളിലും, അതായത് മോഹൻലാൽ എന്ന ചലച്ചിത്ര നടനെ വാർത്തെടുക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ച ഒരാളാണ് ശാന്തകുമാരി അമ്മ. മോഹൻലാലിന്റെ എല്ലാ ഉയർച്ചയിലും കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. മോഹൻലാലിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഈ സിനിമാ മേഖലയിൽ മോഹൻലാലിന്റെ ഉയർച്ചയ്ക്ക് എല്ലാ കാരണവുമായത് മോഹൻലാലിന്റെ അമ്മയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഷൂട്ടിംഗ് സമയങ്ങളിലൊക്കെ തന്നെയും അവിടെ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മ ഉണ്ടാകാറുണ്ട്. ഒരു അനുഭവം കൂടി ഒരിക്കൽ പങ്കുവച്ചിരുന്നു. വാനപ്രസ്ഥം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന വേളയിൽ ശാന്തകുമാരി അമ്മ മോഹൻലാലിന്റെ അഭിനയം കാണുന്നതിന് വേണ്ടി അവിടേക്ക് എത്തിയിരുന്നു. എന്നാൽ തന്റെ മകൻ ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടി എടുക്കുന്ന കഷ്ടപ്പാടുകൾ കണ്ട്, അതായത് വെള്ളവും ഭക്ഷണവും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അത്തരത്തിൽ ആയിരുന്നു മോഹൻലാൽ ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിച്ചിരുന്നത്. അത് കണ്ട് മോഹൻലാലിന്റെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു എന്ന് മോഹൻലാലിന്റെ അമ്മ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ മകന്റെ വേദനകളിൽ കൂടെ നിൽക്കുക, അപ്പം തന്നെ സന്തോഷത്തിന്റെ ഭാഗമാകുകയും ചെയ്ത ഒരമ്മയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മോഹൻലാൽ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ്. അമ്മമാരൊക്കെ അങ്ങനെയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മോഹൻലാലിന്റെ കഥാപാത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ മോഹൻലാൽ കരയുന്നത്, അല്ലെങ്കിൽ മോഹൻലാൽ വില്ലൻ വേഷങ്ങളിൽ വരുന്ന കഥാപാത്രങ്ങളൊന്നും തന്നെ തനിക്ക് ഇഷ്ടമല്ല. പക്ഷെ മോഹൻലാൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ തനിക്ക് ഏറെ ഇഷ്ടമാണ് എന്നും മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മ പലപ്പോഴായി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മോഹൻലാലും ഇത്തരത്തിൽ ഉള്ള അനുഭവങ്ങൾ പല അഭിമുഖങ്ങളിലൂടെയും പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. മോഹൻലാലിനെ സംബന്ധിച്ച് എല്ലാ സന്തോഷ നിമിഷങ്ങളിലും അമ്മയുടെ കൂടെ ചിലവഴിക്കണം, അല്ലെങ്കിൽ അത് ആഘോഷിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തി കൂടിയാണ്. മോഹൻലാലിന്റെ പിറന്നാൾ അല്ലെങ്കിൽ അമ്മയുടെ പിറന്നാൾ ഒക്കെ തന്നെ വലിയൊരു ആഘോഷമാക്കാൻ വേണ്ടി തയ്യാറാകാറുണ്ട്. ഇരുവരും ഒരുമിച്ചാണ് ഇത്തരം സന്തോഷവേളകളിലൊക്കെ തന്നെ ഉണ്ടാകാറ്. മോഹൻലാലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച ആ ഒരു നിമിഷമാണ്. അത്തരത്തിലൊരു പ്രഖ്യാപനം കഴിഞ്ഞ ഉടൻ തന്നെ കേരളത്തിലെത്തിയ മോഹൻലാൽ ഏറ്റവും ആദ്യം ഓടിയെത്തിയത് ചികിത്സയിൽ തുടരുന്ന അമ്മയുടെ അടുത്തേക്കാണ്. മാധ്യമങ്ങളോട് പോലും പ്രതികരിക്കാതെ, അതായത് എയർപോർട്ടിൽ ഇറങ്ങിയ മോഹൻലാൽ മാധ്യമങ്ങൾ മോഹൻലാലിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ മാധ്യമങ്ങളോട് പോലും പ്രതികരിക്കാതെ നേരെ വീട്ടിലേക്ക് എത്തുകയും അമ്മയോട് ആ സന്തോഷം പങ്കുവെക്കുകയുമായിരുന്നു. അതിനുശേഷമാണ് മാധ്യമങ്ങളുടെ പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ എല്ലാ സന്തോഷ നിമിഷങ്ങളും ഏറ്റവും ആദ്യം അമ്മയോട് പങ്കുവെക്കുക എന്നാണ് മോഹൻലാലിന്റെ ശീലം ഉണ്ടായിരുന്നത്. ശാന്തകുമാരി അമ്മയുടെ 89ാമത്തെ പിറന്നാൾ അത് വലിയ ആഘോഷമാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. വലിയൊരു നിരവധി പാട്ടുകാരും അത്തരത്തിൽ ഒരു കച്ചേരി തന്നെ ഒരുക്കിക്കൊണ്ട് അത്തരത്തിൽ വലിയൊരു ആഘോഷമാക്കുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. അത് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറലാവുകയും ചെയ്തിരുന്നു. ആ സന്ദർഭങ്ങളിൽ എടുത്ത ഫോട്ടോകൾ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്യുകയും അത് ആരാധകർ ഏറ്റെടുക്കുകയും വലിയ വൈറലാകുന്ന ഒരു കാഴ്ചയിലേക്ക് അടക്കം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ മോഹൻലാലിനെ സംബന്ധിച്ച് മോഹൻലാലിനും അമ്മയും തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു
ബന്ധം അത് സിനിമാ മേഖലയിൽ അടക്കം വലിയ ചർച്ചയായിരുന്നു. കാരണം എല്ലാവർക്കും ഒരു അമ്മയായി മാറുകയായിരുന്നു ശാന്തകുമാരി അമ്മയുണ്ടായിരുന്നു. മോഹൻലാലിനൊപ്പം തന്നെ മോഹൻലാലിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ള എല്ലാ നടന്മാരുടെയും പ്രിയ അമ്മ കൂടിയായിരുന്നു ശാന്തകുമാരി അമ്മ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിനാൽ തന്നെയാണ് ഈ മരണവാർത്ത അറിഞ്ഞ ഉടൻ തന്നെ നിരവധി പേർ, ഇത്തരത്തിൽ പ്രശസ്തരായ നിരവധി പേർ ഈ ഒരു വീട്ടിലേക്ക്, എളമക്കരയിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും കണ്ണ് നിറയുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത്. മോഹൻലാലിന്റെ അമ്മയുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് നെറ്റിയിലിട്ട ചുവന്ന നിറത്തിലുള്ള ആ ഒരു വട്ടപ്പൊട്ടാണ്. അത് മാതൃത്വം തുളുമ്പുന്ന ഒരു കാഴ്ച തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷാഘാതത്തെ തുടർന്നാണ് കഴിഞ്ഞ കുറെ നാളുകളായി ചികിത്സയിൽ തുടരുന്നത്. ഇത്തരത്തിൽ മോഹൻലാൽ എന്നും സന്തോഷത്തോടെ ചിലവഴിച്ച ഒരിടം ആണ് മോഹൻലാലിന് നിലവിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏത് തിരക്കുള്ള ഷൂട്ടിംഗ് വേളകളാണെങ്കിൽ പോലും ഇടവേളകൾ എടുത്തുകൊണ്ട് അമ്മയുടെ കൂടെ ചിലവഴിക്കാൻ വേണ്ടി മോഹൻലാൽ എപ്പോഴും തയ്യാറാകാറുണ്ട്. അതിപ്പോൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ ആഘോഷ ദിവസങ്ങൾ അല്ലെങ്കിൽ ആഘോഷ സമയങ്ങളൊക്കെ ആണെങ്കിൽ മറ്റെവിടെയെങ്കിലുമാണ് ഷൂട്ടിംഗ് നടക്കുന്നതെങ്കിൽ പോലും അവിടെ നിന്നും ഇടവേള എടുത്തുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് എത്താറുണ്ട്. ഈ ചികിത്സയുടെ സൗകര്യപ്രദം അമൃത ആശുപത്രിക്ക് തൊട്ട് സമീപമായാണ് മോഹൻലാൽ എളമക്കരയിൽ വീടെടുത്തിട്ടുള്ളത്. ചികിത്സയുടെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിൽ ഇവിടെ ആശുപത്രിക്ക് സമീപം വീടെടുത്തത്. ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിൽ ചികിത്സയും പരിശോധനകളും ഒക്കെ തന്നെയും നടക്കുകയായിരുന്നു. അല്പസമയം മുൻപ് ശാന്തകുമാരി അമ്മയെ ചികിത്സിച്ച ഡോക്ടർമാരുടെ സംഘവും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖർ അടക്കം ഈ വീട്ടിലേക്ക് നിലവിൽ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിലവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ലാലു എന്നാണ് ശാന്തകുമാരി അമ്മ മോഹൻലാലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഏറെ സ്നേഹത്തോടു കൂടി വിളിച്ച ആ പേര് പിന്നീട് മലയാളക്കര ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയടക്കം നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. മോഹൻലാലിന്റെ കുട്ടികളൊക്കെ തന്നെ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അന്തരിച്ചു.